മാഷ ഒരു ആമുഖത്തോടു കൂടി ഞാൻ തുടങ്ങാണ്. കാരണം ഈ വിഷയം ഇപ്പോൾ പ്രസക്തമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് രണ്ട് തട്ടിലാണ് മനസ്സ് നിൽക്കുന്നത്. കാരണം ഭാഷയെക്കുറിച്ചാണ്. ഹിന്ദി രാഷ്ട്രഭാഷ എന്ന് പറയാൻ നമ്മൾ അറക്കുന്നു, അല്ല നമ്മളായിരിക്കില്ല, ഒരു പക്ഷെ ഒരു വിഭാഗം അറക്കുന്നുണ്ട്. അപ്പോൾ അത് പ്രധാനമായും പഠിക്കണമെന്നൊക്കെ പറയുമ്പോൾ വലിയ പ്രക്ഷോഭം നമ്മുടെ നാട്ടിൽ നടത്തിയ ആൾക്കാരാണ് ഇവിടെയുള്ളത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാധ്യമത്തിൽ പല മാധ്യമങ്ങളും കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെടാതെ പോയത് കൊണ്ടായിരിക്കാം. പക്ഷെ കണ്ട വാർത്ത, റഷ്യയിൽ ഹിന്ദി ഭാഷ പഠിപ്പിക്കാൻ തുടങ്ങുന്നു, അതല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് കൂടുതലാക്കുന്നു, അതിനുള്ള അവസരങ്ങൾ കൂട്ടിക്കൊടുക്കുന്നു. അത് പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ശാസ്ത്ര ഉന്നത വിദ്യാഭ്യാസ ഉപമന്ത്രിയായിട്ടുള്ള കോൺസ്റ്റാന്റിൻ മൊഗിലേവ്സ്കി എന്ന് പറയുന്ന മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. ദൈനംദിന ജീവിതത്തിൽ ഇന്ത്യയിൽ ഹിന്ദി കൂടുതലായി ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. റഷ്യൻ വിദ്യാർത്ഥികൾക്കിടയിൽ ഹിന്ദിക്ക് വലിയ ജനപ്രീതി ഉണ്ടാകുന്നു. ഇതിൽ ഒന്നാമത്തെ കാര്യം തന്നെ എടുത്താൽ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ്. അതായത് വരുന്ന കാലഘട്ടം ഇന്ത്യയുടേതാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അത് ചിലർക്കുള്ള ഒരു മറുപടിയായിട്ട് കൂട്ടിക്കൂടെ മാഷെ? തീർച്ചയായിട്ടും. അതിൽ ഒന്ന്, ഈ ഭാഷാ സങ്കല്പത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ഭാഷാ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള അടിസ്ഥാന സങ്കല്പത്തിൽ നമ്മുടെ പരിഗണനയ്ക്ക് വരേണ്ട, നമ്മുടെ മാത്രമല്ല ലോകത്തിലെ എല്ലാ ആധുനിക രാജ്യങ്ങളുടെയും ഗവൺമെൻറ്റുകളുടെയും സങ്കല്പത്തിൽ വരേണ്ട ആദ്യത്തെ കൺസെപ്റ്റ് ഇതാണ്, ഈ ഡെമോഗ്രാഫിയാണ്. ആരാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ളത്, ലോകത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്, അത് ക്ലാസിഫൈ ചെയ്തിട്ടാണ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഷയായ മാതൃഭാഷ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത് പഠിക്കേണ്ടത് ഏത്, മൂന്നാമത് പഠിക്കേണ്ടത് ഏത് തീരുമാനിക്കേണ്ടതിന്റെ മാനദണ്ഡം ഇതാണ്. പറയുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞു പോവാം. ഇംഗ്ലീഷ് സംസാരിക്കുന്നത് ഏതാണ്ട് 1.5 ബില്യൺ ആളുകളാണ്. രണ്ടാമത് നിൽക്കുന്നത് മാൻഡറിൻ ചൈനീസ് ഭാഷ, അത് 1.2 ബില്യൺ ആണ്. മൂന്നാമത് നിൽക്കുന്നത് ഹിന്ദിയാണ്. ഹിന്ദി ഏതാണ്ട് 609.1 മില്യൺ ആളുകളാണ്. പിന്നീട് അതിനോട് ചേർന്ന് വരുന്നത് സ്പാനിഷ്, അത് 558.5 മില്യൺ. പിന്നീടാണ് അറബിക്കൊക്കെ വരുന്നത്. നമ്മുടെ മലയാളം പോലും ഈ പറയുന്ന 3.48 കോടിയാണ്. അതായത് ലോകത്തുടനീളമുള്ള മലയാളികൾ ഉൾപ്പെടെ കൂട്ടി അത്രയും കോടിയാണ് എന്നുള്ളത്. മാഷ അത് പറഞ്ഞപ്പോ അതിന്റെ ഒരു ഹൈറാർക്കി പറഞ്ഞപ്പോ ഒന്ന് പറഞ്ഞു. വളരെ കറക്റ്റാണ്. അങ്ങനെയാണ് നമ്മൾ ഒരു കുട്ടി, നമ്മുടെ മക്കളെ ഇനിയുള്ള കാലം ഭാഷ പഠിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ട ആദ്യത്തെ കാര്യം, ഇവൻ എവിടെ ജീവിക്കാൻ പോകുന്നു. ഇവൻ ഗ്ലോബൽ വില്ലേജിലാണ് ജീവിക്കാൻ പോകുന്നത്. നമ്മുടെ വേലിക്കപ്പുറത്ത് ഉള്ള ഒരു കാലം കഴിഞ്ഞു. ഒരു കാർഷിക സമൂഹമല്ല നമ്മൾ, ഒരു ദേശത്തിനകത്ത് ഒതുങ്ങാവുന്ന സമൂഹവുമല്ല. ഈ ദേശത്തിൻ്റെ സംസ്കാരവുമായി ലോകം മുഴുവൻ പറന്നു നടന്ന് ജീവിക്കാൻ ബാധ്യതപ്പെട്ടവരും അല്ലെങ്കിൽ അതിന് വിധിക്കപ്പെട്ടവരുമാണ് നമ്മുടെ മക്കൾ. നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് കാവൽ നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് രോഗം വരുമ്പോൾ നോക്കാനോ ഉള്ള ഹോം നേഴ്സുമാരല്ല നമ്മുടെ മക്കൾ. എൻ്റെ മക്കൾ നമ്മൾ മക്കളെ ചിറക് ശക്തിപ്പെടുത്തിയിട്ട് പറത്തി വിട്ടിട്ട് മക്കൾ എവിടെയായിരുന്നാലും അമ്മയ്ക്ക് അന്ത്യനേരത്ത് കൂടെ ഉണ്ടാവണേ എന്നല്ല നമ്മുടെ പ്രാർത്ഥന. മറിച്ച് എൻ്റെ മക്കളെ ഭൂമിയിൽ എവിടെയായിരുന്നാലും അവർ നല്ല സന്താനങ്ങളാവണേ, രണ്ടവർക്ക് സുഖമായിരിക്കണേ, അതല്ലേ നമ്മുടെ പ്രാർത്ഥന. അങ്ങനെ ഒരു ലോകത്ത് നമ്മൾ ഭാഷ പഠിപ്പിക്കുമ്പോൾ ആലോചിക്കേണ്ടത്, ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരോട് സംസാരിക്കേണ്ടി വരുന്ന ഭാഷ ഏതാണ്. അങ്ങനെ വരുമ്പോഴാണ് ചൈനീസ് റഷ്യക്കാർ പോലും പഠിപ്പിക്കുന്നത്, വലിയ തോതിൽ പഠിക്കുന്നതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ചൈന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യരുള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ മുഴുവൻ ഭാഷ എടുക്കുമ്പോൾ ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്, ദേശീയ ഭാഷ. എന്നാൽ അതിൽ ഭൂരിപക്ഷവും ഹിന്ദിയാണ്. ഹിന്ദി പഠിപ്പിക്കുന്നത് ഇന്ത്യയെ മാത്രം കണ്ടുമല്ല. ഹിന്ദിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്തിലെ ഏതാണ്ട് 1/3 രാജ്യങ്ങൾക്ക് ഹിന്ദി മതി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു കെമിസ്ട്രി മനസ്സിലായില്ല. അത് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ഒന്ന്, ഈ നമ്മുടെ വോക്കൽ ഹിന്ദി ഉണ്ടല്ലോ, അത് ചെറിയ ലിപി വ്യത്യാസത്തോടെയാണ് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം പ്രദേശങ്ങളിലും. നമ്മുടെ കാശ്മീരി ആയാലും നമ്മുടെ ഒറിയൻ ആയാലും ഒഡീഷ ലാംഗ്വേജ് ആയാലും നമ്മുടെ ബംഗാളി ആയാലും ഈ പറഞ്ഞ ഭാഷകളൊക്കെ തന്നെ വിശാല ഹിന്ദിയുടെ ദേവനാഗരി ലിപിയുടെ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി സംസാരിക്കുന്നത്. എന്നാൽ ആ ദേശങ്ങളിലൊക്കെ പോയാൽ നിങ്ങൾ ഹിന്ദി പറഞ്ഞു നോക്കൂ, അത് മനസ്സിലാവും. മധ്യപ്രദേശുകാരന് മനസ്സിലാവും, ഉത്തർപ്രദേശുകാരന് മനസ്സിലാവും, കാശ്മീരിക്കും മനസ്സിലാവും, ആസാമിക്കും മനസ്സിലാവും. ഇത് ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. ചെറിയ സ്ലാങ് വ്യത്യാസത്തോടു കൂടി ഒരു ഭാഷ സംസാരിക്കാൻ പറ്റും. വ്യത്യസ്ത ലിപികളിൽ എഴുതുമ്പോഴും ഒരേ ഭാഷ മനസ്സിലാവും. അതാണ് ഇന്ത്യയുടെ ഒരു പ്രത്യേകത, അതാണ് ഹിന്ദിയുടെ പ്രത്യേകത. അതുകൊണ്ട് ഹിന്ദി
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങൾക്ക്, സൗത്ത് ഇന്ത്യയിലെ ഏതാനും സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്നില്ല, അവിടെയും നമുക്ക് മനസ്സിലാവും. അതാണ് ഒന്ന്. രണ്ടാമത്, ഹിന്ദി അല്ല നമ്മൾ പറയുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് പറയുന്ന ഉറുദു ഉണ്ടല്ലോ, അത് ഇതിൻ്റെ വകഭേദമാണ്. അതിൻ്റെ ലിപി മാത്രമേ വ്യത്യാസമുള്ളൂ. അത് അറബി ലിപിയാണ്, അറബിക് കാലിഗ്രാഫി ലിപിയാണ്, മറ്റേത് ദേവനാഗരി ലിപിയാണെന്ന് വ്യത്യാസമുള്ളൂ. അപ്പോഴും കേൾക്കുമ്പോൾ ഹിന്ദി സിനിമയിലെ ഭാഷ ഏതാ, ഹിന്ദി സംഗീതത്തിലെ ഭാഷ ഏതാ? അത് ഉറുദുവാണ്. എന്നുവെച്ചാൽ ഉറുദു എന്ന് പറഞ്ഞാൽ ഹിന്ദി തന്നെയാണ്, ഉച്ചാരണത്തിലും സംസാരത്തിലും ഒക്കെ അത് ഉറുദുവാണ്, ലിപിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഹിന്ദിയും ഉറുദുവും ചേർന്നാൽ ലോകത്ത് അതിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഭാഷ, വളരെ വലിയ ഭാഷയാണ്, അത് പേർഷ്യൻ ഭാഷയാണ്. എന്ന് പറഞ്ഞാൽ ഉറുദു പഠിച്ച ഒരാൾ, ഹിന്ദി പഠിച്ച ഒരാൾ ഇന്ത്യയിൽ വന്നു ചേർന്നാൽ, നിങ്ങൾ ഇപ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ കൊച്ചു സംസ്ഥാനത്ത് മാത്രമേ ചെറിയ ബുദ്ധിമുട്ടുള്ളൂ. നമ്മൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ മാത്രമാണ് ഹിന്ദിയോടൊരു ചെറിയ വിരോധം നിലനിൽക്കുന്നത്. ചെറുതെന്ന് ഞാൻ പറയുന്നുള്ളൂ, അതൊക്കെ മാറും, അതിവേഗത്തിൽ മാറും. അത് കഴിഞ്ഞാൽ നിങ്ങൾ കർണാടകയിൽ ചെന്ന് നോക്കൂ, ബാംഗ്ലൂർ തൊട്ടൊക്കെ ഹിന്ദി തന്നെയാണ് ആളുകളുടെ ഭാഷ. പിന്നെ അങ്ങോട്ട് ഹൈദരാബാദിൽ ചെന്നാൽ ഉറുദു എന്ന് പേരിട്ടാൽ, ഹിന്ദി എന്ന് പേരിട്ടാൽ അത് തന്നെയാണ് ഭാഷ. എന്ന് വെച്ചാൽ ആന്ധ്ര അതാണ്. അവിടുന്ന് വടക്കോട്ട് പോയാൽ മുഴുവനും ഹിന്ദിയാണ്. ഇനി ഇന്ത്യ അങ്ങോട്ട് കഴിഞ്ഞാലോ, ഇന്ത്യ കടന്നു നോക്കൂ, നേപ്പാളിൽ ചെന്നാലോ ഹിന്ദി എല്ലാവരുടെയും ഭാഷയാണ്. തൊട്ടപ്പുറത്ത് ഭൂട്ടാനിൽ അതെ. ഇനി അപ്പുറത്ത് ഇപ്പോൾ ചൈനയിൽ മാത്രമാണ് അവിടുത്തെ നിരന്തരമായ പ്രചാരണം കൊണ്ട് ഹിന്ദിക്കൊരു ചെറിയ പിന്നോക്കാവസ്ഥ വന്നിട്ടുള്ളത്. അതേസമയത്ത് പാകിസ്ഥാനോ, അപ്പുറത്ത് ബംഗാളി ഭാഷ ആണ്, സെയിമാണ്, ഏതാണ്ട് ഹിന്ദി പറഞ്ഞാൽ മനസ്സിലാവും. അഫ്ഗാനിസ്ഥാനോ, ഇറാൻ പേർഷ്യൻ ഭാഷയാണ്. ഇതിൻ്റെ മദർ ലാംഗ്വേജ് എപ്പോഴും ഇങ്ങനെയാണ്, ഈ ഹിന്ദിയാണ്. ഇറാന്, ഇറാഖ്, അപ്പുറത്ത് നമ്മുടെ ഈ പറഞ്ഞ തുർക്കി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ മുഴുവനും. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതാണ്ട് 1/3 ദേശങ്ങളിൽ സഞ്ചരിക്കാനും 1/3 വിഭാഗം മനുഷ്യരോട് സംസാരിക്കാനും ഇത് മതി. കാരണം എന്താ, ലോകത്തിലെ 1/6 മനുഷ്യർ നമ്മുടെ സ്വന്തം രാജ്യത്താണ്, 1/6 മനുഷ്യർ ഇവിടെയാണ്, ബാക്കിയല്ലേ ഉള്ളൂ. അത് എല്ലാവരോടും സംസാരിക്കാൻ അത് മതി. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ റഷ്യയിൽ നിന്ന് പഠിക്കാനുള്ളൊരു പാഠം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഭാഷ പഠിപ്പിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ശാസ്ത്രീയമായ ഒരു അടിത്തറ എന്താണ്? അത് ലോകത്തിലെ ഡെമോഗ്രാഫിയാണ്, പോപ്പുലേഷനാണ്, അവരുടെ ഭാഷയാണ്. അതൊന്ന്. ചൈനീസ് ഭാഷ പഠിക്കുന്ന ഇപ്പോൾ രണ്ടാമത്തെ ഒരു കാരണം, ഭാഷ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ഭാവിയിൽ ആരോടൊക്കെ സംസാരിക്കേണ്ടി വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വ്യാപാരം കൂടിയാണ്. പണ്ട് അറബി എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നത്? അറബി ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരികളുടെ ഭാഷയാണ്, കച്ചവടക്കാരാണ്, കടൽ കടന്നു വരുന്ന കച്ചവടക്കാർ ആണല്ലോ. ഈ യൂറോപ്യന്മാർ വന്നത് രാജ്യങ്ങൾ കീഴടക്കിയിട്ട് കോളനികൾ ഉണ്ടാക്കാനാണ്. അറബികൾ വന്നത് ലോകത്തിലെ ഉൽപ്പന്നങ്ങൾ മുഴുവനും ഒരിടത്തു നിന്ന് വാങ്ങി മറ്റൊരിടത്ത്, കേരളത്തിൽ നിന്ന് വാങ്ങി ഇന്ത്യയിൽ നിന്ന് വാങ്ങിയിട്ട് യൂറോപ്പിൽ കൊണ്ടുപോയി വിറ്റ് കോടീശ്വരന്മാരാവാനാണ്. അറബികൾ ഇവിടുത്തെ കച്ചവടം കൊണ്ടാണ് സമ്പന്നന്മാരായത്. രാജ്യത്തിൻ്റെ സ്വത്ത് രാജ്യം കൈയടക്കിയിട്ട് നടത്തുന്ന അധിനിവേശം അല്ലായിരുന്നു അവരുടെ ലക്ഷ്യം. മറിച്ച് ഇവിടെ വന്ന് രാജാക്കന്മാർ വന്ന് രാജ്യം കീഴടക്കി ഭരിച്ചിട്ടുണ്ട് കേട്ടോ, അവർ പോയിട്ടുമില്ല, അങ്ങനെ വന്നവർ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, വ്യാപാരം ഇനിയുള്ള കാലത്ത് ഇപ്പോൾ ആലോചിച്ച് നോക്കും, ലോകത്തിൻ്റെ എല്ലാ തെരുവിലും പോയാൽ നിങ്ങൾക്ക് ചൈനീസ് മാർക്കറ്റ് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാഴ്ച, ഒപ്പം ലോകത്തിലെ വൻകിട വ്യാപാരങ്ങൾ എടുക്കുമ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുണ്ട്. കമ്പ്യൂട്ടർ കമ്പനികൾ ലോകത്തിനോട് മത്സരിക്കുന്ന കമ്പനികൾ ഇന്ത്യനാണ്. എഞ്ചിനീയറിംഗ് കമ്പനികൾ, വാഹന കമ്പനികൾ, ലോകത്തിലെല്ലായിടത്തും ടാറ്റ വാഹനം വാങ്ങാൻ കിട്ടും. ലോകത്തിലെല്ലായിടത്തും L&Tയുടെ വാഹനങ്ങൾ വാങ്ങാൻ കിട്ടും. L&T ലോകത്തിലെ, ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇൻഫോസിസ് എല്ലായിടത്തും ഉണ്ട്, ടാറ്റ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കാലത്ത് അമേരിക്ക പോലും ഇന്ത്യയുടെ മാർക്കറ്റാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വരുന്നത് പോലെ തന്നെ നമ്മൾ അങ്ങോട്ടും പോകുന്നുണ്ട്. അതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് തെരുവിലും ഇനി അങ്ങോട്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ ലോകം തന്നെ ഇന്ത്യയുടെ ഒരു മാർക്കറ്റായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിന്ദി പഠിക്കാൻ റഷ്യക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കൂടി അർത്ഥമുണ്ട്. റഷ്യ മാത്രമല്ല, റഷ്യയുടെ അയൽ രാജ്യങ്ങളായ പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് ചെതറിപ്പോയ 10-18 രാജ്യങ്ങളുണ്ടല്ലോ, ഈ രാജ്യങ്ങളൊക്കെ ഈ പണ്ടേ ഇത് തിരിച്ചറിഞ്ഞവരാ. ഇന്ത്യയുടെ ഇന്ത്യ മാത്രമല്ല, അവരുടെ രാജ്യങ്ങൾ, ഉസ്ബെക്കിസ്ഥാൻ, അവർക്ക് പേർഷ്യനും ഹിന്ദിയും നന്നായിട്ട് അറിയും. തുർക്ക്മെനിസ്ഥാൻ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉണ്ട്, അസർബൈജാൻ, ഈ രാജ്യങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള കാലം ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാവുന്ന മാർക്കറ്റുകൾ ലോകത്തിൽ എല്ലായിടത്തും വരുമെന്നും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഏത് റഷ്യക്കാരനും
ഇന്ത്യയിലേക്കും ലോകത്തിലെ എല്ലാ ഇന്ത്യൻ മാർക്കറ്റുകളിലേക്കും കയറി ഇറങ്ങേണ്ടി വരും എന്നവർക്കറിയാം. അതുകൊണ്ട് ലോകത്തിൻ്റെ 2 കാര്യങ്ങൾ, ഒന്ന് ലോകത്തിൻ്റെ ഡെമോഗ്രാഫി, 2 ലോകത്തിൻ്റെ കൊമേഴ്സ്യൽ ഫ്യൂച്ചർ, വ്യാപാര സാധ്യതയും ജനസംഖ്യാ സാധ്യതയും, ആ 2 സാധ്യത മുൻനിർത്തിയിട്ടാണ് ഈ ഹിന്ദി പഠിക്കണം എന്ന് പറയുന്നത്. റഷ്യക്കാർ ഹിന്ദി പഠിക്കാൻ തീരുമാനിക്കുമ്പോഴും അത് വലിയ തോതിൽ പ്രൊമോട്ട് ചെയ്യുമ്പോഴുമാണ് നമ്മളിവിടെ നമ്മളെ ഭാഷ വേണോ വേണ്ടെന്ന് തർക്കിക്കുന്നത്. എന്തൊരു വൃത്തികേടാന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് മനസ്സിലായിട്ടില്ല സംസാരിക്കാനാണെന്നാണ് ചോദിക്കുന്നത് പ്രതിപക്ഷം. ഹിന്ദി ആര് സംസാരിക്കാനാണ്? ഹിന്ദി ആരാണ് സംസാരിക്കുന്നത്? പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുന്നു. അത് എനിക്ക് തോന്നുന്നത് ഈ സൗത്ത് ഇന്ത്യയുടെ ഒരു അപകടമാണത്. അത് ഉണ്ടാക്കിയത് നമ്മളല്ല, ശരിക്കും ഈ തമിഴന്മാരാ. അതിൽ കാര്യമൊന്നുമില്ല. തമിഴന്മാർക്ക് ഇപ്പോൾ അത് ഏതാണ്ട് കാര്യം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അവർ പറയുന്ന കാര്യം വളരെ നിസ്സാരമാണ്. അത് പറഞ്ഞാൽ അവസാനിപ്പിക്കാതെ അത് കാര്യം പറയുന്നത് വെച്ചാൽ കുട്ടികൾക്ക് അമിതമായ ഭാരം വരുന്നു. എന്നുവെച്ചാൽ ദ്രവീഡിയൻ ലാംഗ്വേജ് ആണ് തമിഴ്, അതാണ് അവരുടെ മാതൃഭാഷ. മലയാളം അതെ. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇംഗ്ലീഷ് കോമൺ ആയിട്ട് പഠിക്കുന്നു. അത് കഴിഞ്ഞാൽ 3ാം ഭാഷയായിട്ട് ഹിന്ദി പഠിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ദേവനാഗരി ലിപിയിൽ ഈ ദ്രവീഡിയൻ ഭാഷയുമായും വെസ്റ്റേൺ ഭാഷയുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ലിപി കൂടി പഠിക്കേണ്ടി വരുന്നു. അത് കുട്ടികൾക്ക് അമിതഭാരം ഉണ്ടാക്കുന്നു. അതൊക്കെ ഏതോ പുരാതന കാലത്തെ വാദങ്ങളാണ്. നമ്മുടെ കുട്ടികൾക്ക് ഒരു ലിപിയല്ല, ഒന്നിലേറെ ലിപി, എത്ര ലിപികൾ വേണമെങ്കിലും അവർ പഠിച്ചോളൂ. അത് പഠിക്കുന്ന പ്രായമാണത്. അല്ലെങ്കിലും ഭാഷ എന്ന് പറഞ്ഞാൽ ലിപിയല്ല, ഭാഷ കമ്മ്യൂണിക്കേഷനാണ്. ലിപി പഠിച്ചില്ലെങ്കിൽ പോലും ഹിന്ദി പറയാൻ പഠിക്കണം ലോകത്തിലെല്ലായിടത്തും. അത് നമ്മുടെ സംസാര ഭാഷയായിട്ട് മാറണം. അത് ഭാരതീയത എന്ന് പറയുന്ന ഒരു സംസ്കാരം ലോകത്തിലെല്ലായിടത്തും വ്യാപിക്കുന്നതിൻ്റെ തെളിവാണ്. അതുകൊണ്ട് റഷ്യക്കാരെ മാതൃകയാക്കിയിട്ടെങ്കിലും നമ്മൾ ഈ ഹിന്ദി വിരോധം ഒന്ന് ഉപേക്ഷിച്ചിട്ട് എന്താണ് പറയുക, ഹിന്ദി ഹിന്ദുസ്ഥാൻ എന്ന് പറയില്ലേ, ഇതിനെയൊക്കെ ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുക എന്നത് നമ്മുടെ അതുകൂടി ഒരു കടമയായിട്ട് എടുക്കണം. പിന്നെ ഈ ഇംഗ്ലീഷിനോട് യാതൊരു വിരോധവും ഇല്ലല്ലോ. 100-200 കൊല്ലം ഇന്ത്യയെ അടക്കി ഭരിച്ച ഒരു വൈദേശിക ഭാഷയുടെ സ്വാധീനത്തിന് വളർന്നു വന്ന ഭാഷയല്ലേ ഇംഗ്ലീഷ്. അതിനോടില്ലാത്ത വിരോധം ഈ രാജ്യത്തെ ജനുവിനായിട്ടുണ്ടായി വന്നൊരു ഭാഷയോട് എന്തിനാണ് ഈ കാണിക്കുന്നത്? തെറ്റാണത്. ആ ഭാഷാ സങ്കല്പം തിരുത്തുകയാണ് വേണ്ടത്. നമ്മുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ദേശീയ തലത്തിൽ തന്നെ അത് നിർബന്ധമാക്കുകയാണ് വേണ്ടത്. ഇപ്പോഴും കേരളത്തിൽ പോലും ഓപ്ഷനിലാണ്. കേരളത്തിൽ പോലും ഹിന്ദി പഠിക്കണം നിർബന്ധമില്ല. നമുക്ക് പ്രൈമറി സ്കൂൾ തലത്തിൽ 3ാം ഭാഷയായിട്ടുണ്ട്. നമുക്ക് 2ാം ഭാഷ ഇംഗ്ലീഷാണ്, 3ാം ഭാഷയാണ് ഹിന്ദി. ഉപരിവിദ്യാഭ്യാസത്തിന് ആവശ്യമേ ഇല്ല. ഹിന്ദി ഇന്ത്യയിൽ അത്യാവശ്യമായി എല്ലാവരുടെയും ഭാഷയാക്കി മാറ്റണം, നിർബന്ധമായും പഠിപ്പിക്കണം എന്ന നിലയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം മാറണം. കാണാം നമുക്ക് ഏതായാലും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.